ഹായ്, നമസ്കാരം. ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു എന്നിരിക്കട്ടെ, പലർക്കുമുള്ള സംശയമാണ് എന്ത് ആ സമയത്ത് ചെയ്യണം എന്നുള്ളത്. ആദ്യം ചെയ്യേണ്ടത് പരിഭ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. പറയാൻ എളുപ്പമാണ്, ആ സിറ്റുവേഷനിൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. ഒരു വാഹനം അപകടത്തിൽപ്പെടുക, കേടാകുക എന്നീ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായം തേടാൻ മടിക്കരുത് എന്നുള്ളതാണ്. ഇനി ആരും സഹായിക്കാനില്ലാത്ത സ്ഥലമാണെങ്കിലോ, നിങ്ങളുടെ ഫോണിൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ 3 പ്രാവശ്യം ഞെക്കുക, അല്ലെങ്കിൽ 1 സെക്കൻഡ് അത് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി എന്ന ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ എമർജൻസി കോൾ ആക്ടിവേറ്റ് ആവും. ഈ രീതിയിൽ എമർജൻസി അസിസ്റ്റ് തേടാവുന്നതാണ്. അടുത്ത ഓപ്ഷനാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 112 എന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് എമർജൻസി ഹെൽപ്പ് ലൈൻ ലഭിക്കുന്നതാണ്. ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും നിങ്ങൾക്ക് 112 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു രീതിയാണ്, വാഹനത്തിന്റെ മുൻവശത്തായി എമർജൻസി നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുമ്പോൾ വാഹന നിർമ്മാതാക്കളുടെ കോൾ സെന്ററിലേക്കാണ് കോൾ പോകുന്നത് എങ്കിലും നമ്മെ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ സഹായം തേടാവുന്നതാണ്. ഇതൊന്നും ആ സമയത്ത് ഓർത്തില്ല എങ്കിലും പ്രീമിയം വാഹനങ്ങളിലുള്ള ഒരു ഫീച്ചറാണ് SOS ബട്ടൺ. സാധാരണഗതിയിൽ IRVM ഇൻസൈഡ് റിയർ വ്യൂ മിററിലാണ് ഈ ബട്ടൺ കാണുക. പല വാഹനങ്ങളിലും പല സ്ഥലങ്ങളിലായിരിക്കും SOS ബട്ടൺ ഉണ്ടായിരിക്കുക. അത് മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതാണ്. SOS സേവ് അവർ ഷിപ്പ് അഥവാ സേവ് അവർ സോൾ എന്ന് അറിയപ്പെടും. അതായത് SOS അമർത്തുമ്പോൾ എമർജൻസി അസിസ്റ്റൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില വാഹന നിർമ്മാതാക്കൾ മൊബൈൽ ആപ്പ് വഴിയും എമർജൻസി അസിസ്റ്റൻസ് നൽകാറുണ്ട്. ഓരോ വാഹന നിർമ്മാതാക്കളുടെയും രീതികൾ വ്യത്യസ്തമായതിനാൽ ഷോറൂമിൽ നിന്ന് വാഹനം വാങ്ങുമ്പോൾ തന്നെ ഇത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. RSA അഥവാ റോഡ് സൈഡ് അസിസ്റ്റൻസ് നൽകുന്ന വാഹന നിർമ്മാതാക്കളുമുണ്ട്. തൊട്ടടുത്തുള്ള സർവീസ് സെന്ററിൽ നിന്ന് വാഹന നിർമ്മാതാക്കളുടെ ആളുകൾ വന്ന് നമ്മെ സഹായിക്കുന്നതാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും 112 മറക്കണ്ട, നാഷണൽ എമർജൻസി നമ്പറാണ്. അതിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. സുരക്ഷിതമായി വാഹനം കൈകാര്യം ചെയ്യുക. നന്ദി.